ഹലോ ലവ്ലീസ്, സ്വാഗതം എല്ലാവർക്കും. HBO ബ്രാൻഡ് ന്യൂ ഗെയിം ഓഫ് ത്രോൺസ് സ്പിൻ ഓഫ് ജോർജ് R.R. മാർട്ടിൻ്റെ തന്നെ മറ്റൊരു നോവൽ സമാഹാരത്തെ ആസ്പദമാക്കി വരുന്ന 7 സാമ്രാജ്യങ്ങളിലെ ഒരു വീരയോദ്ധാവ്, എ നൈറ്റ് ഓഫ് ദ 7 കിങ്ഡംസ്. ഇത് കേൾക്കുമ്പോൾ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ അത്രയും ഗ്രാൻഡ് എക്സ്ട്രാവഗൻസ നമ്മൾ ഇതിൽ തുടക്കം മുതലേ പ്രതീക്ഷിച്ച് കാണാൻ തുടങ്ങാതിരിക്കുക. ഇതൊരു കൊച്ചു ഒറിജിൻ സ്റ്റോറിയുടെ സീസണാണ്. അപ്പോൾ നമ്മളെന്തായാലും ഒട്ടും സമയം പാഴാക്കാതെ തന്നെ പരമ്പരയുടെ ഹൃദയമായ ചുറുചുറുക്കുള്ള യുവ യോദ്ധാവിനെ കണ്ടുമുട്ടുകയാണ്. സർ ഡങ്കൻ ദ ടോൾ, നമ്മുടെ സ്വന്തം ഡങ്ക്. യോദ്ധാക്കൾക്കെല്ലാം സർ എന്ന പദവി നൽകാറുണ്ട്. അതാണ് സർ ഡങ്കൻ ദ ടോൾ. അല്ലാണ്ട് വലിയ പുള്ളിയോ ഉന്നതിയിലായതുകൊണ്ടോ ഒന്നുമുള്ളതല്ല ഈ സർ. ഇവരൊക്കെ ദേശാടന കിളികളെ പോലെ ഊരും കൂടിയുമില്ലാതെ രാജ്യങ്ങൾ തോറും പിച്ചവെച്ച് കറങ്ങി നടക്കുന്ന പോരാളികളാണ്. രാജാക്കന്മാരെ ഇംപ്രസ് ചെയ്ത് സ്ഥാനമാനങ്ങളോ പാരിതോഷികങ്ങളോ കൈപ്പറ്റി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിലുപരി വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഒരു ശവമടക്കിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. അതും നോവലിലെ അതേ ആദ്യത്തെ ഡയലോഗോടുകൂടി, നിങ്ങൾ മരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു സർ എന്ന വാചകം. പുറമ്പോക്കിലുള്ള ഒരു മലഞ്ചെരുവിലായി പെരുമഴയത്ത് ഡങ്ക് കുഴിച്ചിടുന്നത് വേറെ ആരെയുമല്ല, അവൻ്റെ സ്വന്തം യജമാനെയാണ്. അനാഥനായ തന്നെ എടുത്തു വളർത്തിയ സർ ആർലാൻ ഓഫ് പെന്നിട്രി എന്ന തൻ്റെ ഗുരുവിനെ. പിറകിലായി അദ്ദേഹത്തിന് 3 അശ്വങ്ങളെയും സാക്ഷി നിർത്തി കുഴി തോണ്ടിയ ശേഷം അർലാനെ ആലേക്ക് എടുത്തു വെച്ചിട്ട് നല്ല ഓർമ്മകൾ അയറുകയാണ് ഡങ്ക്. എന്നെ ആവശ്യമില്ലാതെ ഒരിക്കൽ പോലും നിങ്ങൾ അടിച്ചിട്ടില്ല സാർ, ഒരു തവണ ഒഴികെ. അന്ന് സത്രത്തിലെ ഒരു പലഹാരം കട്ടതിന് താനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരടി. അല്ലാത്തപ്പോഴെല്ലാം നിങ്ങൾ വളരെ ക്ലിയർ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം, യജമാൻ്റെ കയ്യിൽ നിന്ന് ഡങ്കിന് തല്ല് പൊതുവെ കിട്ടിയിട്ടുണ്ട്. കാരണം ചെയ്തു കൂട്ടിയ മടയത്തരങ്ങൾ 1, 2, 3 അല്ല. ഈ ഒരു കൊച്ചു ഫ്ലാഷ് ബാക്കിലൂടെ ഡങ്കിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണയൊക്കെ വരുന്നുണ്ട് കേട്ടോ. രസകരമാണ്, എന്നാൽ അതേസമയം ഇമോഷണലും. നിങ്ങളുടെ വാൾ കുഴിയിലിട്ട് മൂടിയാൽ വെറുതെ തുരുമ്പ് പിടിച്ച് പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് അതും കയ്യിൽ വെച്ച് കുതിരകളെ നല്ലപോലെ നോക്കാമെന്നും വാക്ക് കൊടുത്തിട്ട് കുഴി മൂടിയ ശേഷം പിന്നെ കുറേ നേരം അവിടെ ചെലവഴിച്ച ശേഷം ഇനി എന്താണ്, എങ്ങനെയാണ് മുന്നോട്ട് എന്ന ചിന്തയാണ് ഡങ്കിന്. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം, ഗെയിം ഓഫ് ത്രോൺസിലെ ബ്രിയൻ ഓഫ് ടർത്തിൻ്റെ പൂർവികനൊക്കെ ആയിട്ട് വരും ഈ ഡങ്കൻ ദ ടോൾ. രണ്ടുപേരും നല്ല ടോളും ആണല്ലോ പറഞ്ഞ കണക്ക്. ഡങ്ക് ആ മരച്ചോട്ടിൽ ഇത് ചിന്തിക്കുന്നത്, കുതിരകളെ വിറ്റ് നിന്ന 2-3 കൊല്ലം ജീവിക്കാം, പിന്നെ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. കയ്യിലിപ്പോൾ സ്വന്തമായൊരു വാളുണ്ട്. വെസ്റ്ററോസിൻ്റെ പടിഞ്ഞാറൻ സമുദ്രതീരത്തുള്ള നഗരമായ ലാൻഡ്സ്പോർട്ട് നഗരത്തിലേക്ക് പോയാലോ? നഗരത്തിൻ്റെ ഒരു കാവൽക്കാരനായി ജോലി നോക്കിയാലോ? അങ്ങനെ വെറുതെ സങ്കല്പിച്ച് ഒടുവിൽ ടോർണി അതിങ്ങേറുന്ന ആഷ്ഫോർഡ് മെഡോ എന്ന പ്രദേശത്തേക്ക് പോകാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. ഈ ടോർണി എന്ന് പറഞ്ഞാൽ GOT ഫാൻസിന് അറിയായിരിക്കും, എന്നാലൊന്ന് പറഞ്ഞേക്കാം. പൊതുവെ ജീവന് മാരകമല്ലെങ്കിലും വളരെ അപകടകരമായ പോരാട്ടക്കളിയാണ് ഈ ടോർണി. വിജയിക്കുന്നവർക്ക് സ്വർണവും ആയുധവും പദവി, കുതിര, അങ്ങനെ ഓരോരോ സമ്മാനങ്ങൾ ലഭിക്കും. ഡങ്ക് ആ ഒരു വലിയ തീരുമാനമെടുത്ത് ഒന്ന് വെളിക്കിറങ്ങിച്ചും അവിടുന്ന് സഞ്ചാരം തുടങ്ങി. പിന്നെത്തുന്ന അടുത്ത സ്റ്റോപ്പ് ഒരു സത്രത്തിലേക്കാണ്. ആഷ്ഫോർഡിലേക്ക് ഇനി ഒരു ദിവസം യാത്രയുള്ളത് കൊണ്ട് ഈ രാത്രി വിഷപകറ്റിയും ക്ഷീണമകറ്റിയും പോകാമെന്ന് പറഞ്ഞെത്തുമ്പോൾ അവിടെ വേറൊരാളുണ്ട്. നമ്മുടെ റിംബോച്ചയെ പോലെ ഉണ്ണിക്കുട്ടനായ ഒരു മുട്ടക്കുട്ടൻ, എഗ്, പരമ്പരയിലെ മറ്റൊരു ഹൃദയപാത്രം. ഈ എഗ് സത്യത്തിൽ ആരാണെന്ന് ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും. പക്ഷേ ഡങ്ക് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം സത്രത്തിൻ്റെ സ്റ്റാഫ് എന്ന് കരുതി പയ്യനോട് കുതിരകളെ ലായത്തിൽ കൊണ്ടുകെട്ടി കുറച്ച് കാടിയും ഓട്സുമൊക്കെ കൊടുക്കാൻ നിർദ്ദേശിക്കുന്നു. ആദ്യ ഇംപ്രഷനിൽ തന്നെ ഈ 2 പേരുടെയും കൊടുക്കൽ വാങ്ങൽ പോലുള്ള രസകരമായ സംസാരമൊക്കെ നല്ലൊരു കെമിസ്ട്രി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ഡങ്ക് സത്രത്തിൽ നിന്ന് കുടിപ്പും കഴിപ്പും കഴിഞ്ഞ് തിരികെ ലയത്തിലേക്ക് എത്തുമ്പോൾ കാണാം ഈ എഗ്ഗ് അതിലൊരു കുതിരയുടെ പുറത്ത് കയറി തലച്ചട്ടയും ധരിച്ച് ഓടിക്കുന്നത് പോലെയൊക്കെ ഇരുന്ന് കളിക്കുന്നു. എന്തുവാടാ ഇത്, ഇറങ്ങണമെന്ന് ഡങ്ക് പറഞ്ഞിറക്കുമ്പോൾ സംഭവം ഈ ഉണ്ണിക്കുട്ടന് ഒരു യോദ്ധാവാകാനും മുറയെ അഭ്യസിച്ച് പഠിക്കാനുമൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പുതുതായി എത്തിയിട്ടുള്ള ഡങ്കിന് ഒരു വഴികാട്ടി എന്നോണം സഹചാരിയായി വരാമെന്ന് എഗ്ഗ് ആശ പ്രകടിപ്പിക്കുന്നതിലും അത് ധരിച്ച് അവൻ ആഷ്ഫോർഡിലേക്ക് പോകുന്നത് ഒറ്റയ്ക്കാണ്. പക്ഷെ ഉടനെ കാര്യങ്ങൾ മറിയും. ഈയിടയ്ക്ക് സത്രത്തിനുള്ളിൽ എത്തിയപ്പോൾ വേറെ കുറച്ച് സംഭവങ്ങൾ നടന്നിരുന്നു. അവിടുത്തെ നടത്തിപ്പുകാരി ആരോ കുടിച്ചു വെച്ച് പോയ ഗ്ലാസ് എടുത്ത് കഴുകാതെ ഡങ്കിന് കുടിക്കാൻ കൊടുക്കുമ്പോൾ വെള്ളമടിച്ച് കോൺ തെറ്റിക്കിടുന്ന ഒരുവൻ അവിടെ നിന്ന് എണീച്ച് പോകുന്നുണ്ട്. ഡങ്കിന് നേരെ ഭീഷണി വഴിക്കാണ് അവൻ പോതെ. ഞാൻ തന്നെ മുന്നേ സ്വപ്നത്തിൽ കണ്ടെന്നും എൻ്റെ കൺമുമ്പിൽ വരാതിനെ നോക്കിക്കോണം എന്നൊക്കെ പുലമ്പിക്കൊണ്ട് കുടിച്ചതിൻ്റെ കൂലി വെച്ചിട്ട് പോകുമ്പോൾ ആ നാണയത്തിൽ ടാർഗേറിയൻ ഡ്രാഗൻ്റെ സിമ്പിൾ കാണാം. അപ്പോൾ കൊട്ടാരത്തിലുള്ളതാണ്. പക്ഷെ ആരാണ്? ബുക്ക് വായിച്ചവർക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. എന്നാൽ നമുക്ക് കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ വെച്ച് ആരാണെന്ന് പതിയെ നോക്കാം. അല്ലേ പറഞ്ഞേക്കാം. ആ എണീച്ച് പോയതാണ് പ്രിൻസ് ഡെയറൻ ടാർഗേറിയൻ, രാജാവായ മൈക്കർ ടാർഗേറിൻ്റെയും പതിലെ ലേഡി ഡയന ഡെയിൻ്റെയും ആദ്യപുത്രൻ. ചുമതലകളിലൊന്നും വലിയ നോട്ടം കൊടുക്കാതെ കുടിച്ചു കൂത്താടി ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതെ നടക്കുന്നത് കൊണ്ട് കുടിയനായ ഡെയറൻ എന്ന വിളിപ്പേരുമുണ്ട് കക്ഷിക്ക്, ഡെയറൻ ദ ഡ്രങ്കൻ. വരും എപ്പിസോഡുകളിൽ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഓരോ ചെയ്തികൾ കാണാം. അപ്പം അങ്ങനെ 3 കുതിരകളുമൊത്ത് എഗ്ഗിനെ മൈൻഡ് ചെയ്യാതെ സത്രത്തിൽ നിന്നിറങ്ങി അടുത്ത പകലോടെ ഡങ്ക് ആഷ്ഫോർഡിലേക്ക് എത്തിച്ചേരുകയാണ്. ടൂർണമെൻറ്റിലുള്ള ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടക്കുന്ന ഓരോ കാഴ്ചകളും അതിനിടയിൽ കൂടി ആ പ്രദേശത്തെ ജനങ്ങളെക്കുറിച്ചും അവിടെ ഒരു ജോലികളും ഏർപ്പാടുകളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. നല്ല പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് ഈ ആഷ്ഫോർഡ് മെഡോസ്.
പ്രത്യേകം എടുത്തു പറയുന്നില്ലെങ്കിലും ഈ ടൂർണമെൻറ്റ് നടത്തുന്നത് ഒരു വിശിഷ്ട ദിവസം പ്രമാണിച്ചാണ്. ലോർഡ് ആഷ്ഫോർഡിൻ്റെ മകളുടെ 13ാം പേരിടൽ ദിനത്തിൻ്റെ പ്രത്യേകതയിലാണ് മത്സര പരമ്പര ഒരുങ്ങിയിരിക്കുന്നത്. ധീരവീര യോദ്ധാക്കൾ ഓരോരുത്തർ വന്ന് തമ്പടിച്ചിരിക്കുന്ന ഓരോ കൂടാരങ്ങൾ നിരന്തങ്ങനെ കാണാം അവിടെ. ഗെയിംസിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള ഡങ്ക് ഇതെല്ലാം നിരീക്ഷിച്ചും ഹൗസ് ഡോണ്ടേറിയൻ്റെയും മറ്റുമൊക്കെ കൂടിഭാഗിയിട്ടുള്ള കൂടാരങ്ങൾ കണ്ടങ്ങനെ കുറച്ചു മാറി കൂടുതലിപ്പുള്ള ഭടന്മാരോടായി വിനയ കുരയതോടെ ചോദിച്ചറിഞ്ഞ് ഗെയിം നടത്തുന്ന മാസ്റ്ററുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. പ്ലമ്മർ കാർക്കിച്ചു തുപ്പലും ഭീഷണിപ്പെടുത്തലുമെല്ലാമുള്ള ഒരു മുരട്. മത്സരത്തിൽ പങ്കെടുക്കാൻ അതിയായ ആഗ്രഹത്തിലാണ് ഡങ്ക് പേര് കൊടുക്കാൻ എത്തിയിട്ടുള്ളതെങ്കിലും ആദ്യമേ തന്നെ ഇവരുടെ ചുറ്റുപാട് നോക്കേണ്ടതുണ്ട്. ഡങ്കിൻ്റെ യജമാനായിരുന്നല്ലോ സർ അർലൻ. ഈ അർലൻ എന്ന യോദ്ധാവിനെക്കുറിച്ച് ഇവർക്ക് ആർക്കും കേട്ടുകേൾവി പോലുമില്ല. ഇപ്പോൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം വാളൊക്കെ തനിക്ക് നൽകി പേര് കാത്തു സൂക്ഷിക്കാൻ ശബ്ദം ചെയ്യിപ്പിച്ചു എന്നൊക്കെ ഡങ്ക് ഡാവടിക്കുന്നത് കേൾക്കുന്ന പ്ലമ്മർക്ക് സാക്ഷിയാണ് ആവശ്യം. ഈ പറഞ്ഞതൊക്കെ നേര് തന്നെയാണോ? ആരെങ്കിലും ഈ അവസാന നിമിഷങ്ങൾ കണ്ടോ എന്നുള്ള ചോദ്യത്തിൽ ഡങ്ക് കുഴങ്ങിപ്പോവുകയാണ്. വിഷമത്തോടെ പിന്തിരിയവെ പ്ലമ്മർ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഈ സർ ആർലനെ കുറിച്ച് എന്തേലും അറിയാവുന്ന ആരെങ്കിലും ഈ ആഷ്ഫോർഡിൽ ടൂർണമെൻറ്റ് എത്തിയിട്ടുണ്ടോ എന്ന്. അങ്ങനെയെങ്കിൽ നാളെ മത്സരം തുടങ്ങും മുന്നേ അയാളെ കൊണ്ട് നിർത്തി പറയിപ്പിച്ചാൽ ഡങ്കിനുള്ള ടിക്കറ്റ് ഓക്കെയാണ്. അവനിത് സന്തോഷമാണ്. കാരണം വരുന്ന വഴിക്ക് കുറേ പവലിയൻ കണ്ടിരുന്നില്ലേ? അതിലൊരു കൂടാരത്തിലെ കൂടി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് സർ മൻഫ്രഡ് എന്ന യോദ്ധാവിൻ്റേതാണ്. അയാളുടെ അച്ഛൻ്റെ ഒരു സഹചാരിയായി അർലൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തെ തിരക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സംഭവം ഡങ്കൻ നല്ല വെയിറ്റും ഹൈറ്റും ഒക്കെ ഉള്ള ഒരാളാണ്. ഒരു കൂട്ടത്തിൽ നിന്ന് ആളിതിരി പൊങ്ങി നിൽക്കും. പക്ഷേ ചങ്കൂറ്റത്തിൻ്റെ കാര്യത്തിൽ ഇനിയും കുറേ മൂക്കാനുണ്ട്. അപ്പോൾ മാൻഫ്രഡ് ഡൊണ്ടേറിയനെ കാണാൻ കൂടാരത്തിനടുത്ത് എത്തുമ്പോൾ തൊട്ടപ്പുറത്തായി 2 സ്ത്രീകളിരിപ്പുണ്ട്, റെഡും ബിയോണിയും. പുരുഷന്മാരുടെ സുഖത്തിന് വേണ്ടി കൂടെ നടക്കുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആണവർ. മാൻഫ്രഡിനെ ഇപ്പോൾ കാണാൻ പറ്റില്ല, ആളെ മയക്കത്തില്ല, ശല്യം ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡങ്കിനോട് സുഖമില്ലാത്ത കുറച്ച് കമൻ്റ് അടിച്ച് എവിടെയെങ്കിലും പോയി അലഞ്ഞിരിഞ്ഞിട്ട് പിന്നെ വരാൻ പറഞ്ഞു വിടുന്നു. അങ്ങനെ അവൻ തിരികെ നടക്കുകയാണ് ഫോസോവേ സഹോദരങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നാളത്തെ മത്സരത്തിനോടനുബന്ധിച്ചുള്ള പരിശീലനം നടത്തുന്ന സ്റ്റെഫോനും റെയ്മനും. ഒറ്റ നോട്ടത്തിൽ തന്നെ സ്റ്റെഫാൻ വിരളി പിടിച്ചൊരു താന്തോന്നിയാണെന്ന് മനസ്സിലാക്കാം. ഡങ്കിനെ കണ്ട് വാടാ ഏറ്റുമുട്ടാനെന്നൊക്കെ വലിയ ഭാവത്തിൽ പറയുകയും സഹോദരൻ റെയ്മനെ വീഴ്ത്തി അവഹേളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ റെയ്മൻ നേരെ ഓപ്പോസിറ്റാണ്. ആളെ പെട്ടെന്ന് ആർക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു നല്ല സ്വഭാവം. ഡങ്കാകട്ടെ ഇതൊക്കെ കണ്ടുവരുന്നുണ്ട്, എനിക്ക് വേറെ ഇത്തിരി പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് സ്കൂട്ടായി ഗ്രാമത്തിന് ഓരത്തുള്ള ഒരു എല്ലും മരത്തിൻ്റെ ചൂടിൽ പോയി അരുവിയിൽ മുങ്ങിക്കുളിച്ച് മുഷിഞ്ഞ വസ്ത്രങ്ങൾ അടിച്ചു നനച്ച് വീണ്ടും ഇട്ടങ്ങനെ സമയം കളഞ്ഞ് കുതിരകളൊക്കെ അവിടെ തന്നെ കെട്ടിയിട്ടിട്ട് സന്ധ്യയോടെ വീണ്ടും കൂടാരത്തിനടുത്തേക്ക് എത്തുവാണ്. പക്ഷേ സ്ഥിതി പഴയ പോലെ തന്നെ. ആ ലേഡീസ് വീണ്ടും ഇപ്പം കാണാൻ ഒരു വകുപ്പില്ലെന്നൊക്കെ പറഞ്ഞു നിൽക്കെ ഡങ്ക് അവരുടെ കൂടാരത്തിലേക്ക് ഇടിച്ചു കയറി, ഞാൻ നിങ്ങളോട് സഹായമല്ലേ ചോദിച്ചേ, ഇങ്ങനെ അപമാനിക്കുന്നത് എന്തിനാ? ഞാൻ നാളെ കാലത്ത് വന്നു കൊണ്ടോളാം എന്നൊക്കെ വറീഡായി പറയുന്നതും റെഡ് എന്ന സ്ത്രീ കുറച്ചയഞ്ഞ് അവനോട് സംസാരിക്കുന്നതിലൂടെ ഡങ്കിനുള്ളിലെ ആ ലൈറ്റ് ഹാർട്ടഡ് ആംഗിൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ട്. ഒരു പാവപ്പെട്ടവൻ. മാൻഫ്രഡ് എന്തായാലും കൂടാരത്തിലില്ലെന്ന് ഇവിടെ മനസ്സിലാക്കുന്നതോടൊപ്പം ഒരു സ്ത്രീയെ മരിച്ചെന്ന പോലെ കിടത്തി കണ്ണുകളിൽ ഫ്യൂണറൽ സ്റ്റോൺസ് ഒക്കെ വെച്ച് ഒരുക്കുന്നത് അവിടെ കാണാം. മാൻഫ്രഡിൻ്റെ എന്തോ വികൃത ഫാൻറ്റസിക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിലും ഒരു കാര്യം, ഗെയിം ഓഫ് ത്രോൺസിൻ്റെ പൈലറ്റ് എപ്പിസോഡിലും ഇതുപോലൊരു കാഴ്ചയുണ്ട്. ജോൺ ആരോണിൻ്റെ കണ്ണിലായി ഇത്തരത്തിൽ ഫ്യൂണറൽ സ്റ്റോൺസ് വയ്ക്കുന്നത് പോലുള്ളത്. അവരവിടുന്ന് വെറുതെ നടന്ന് ഒരു പപ്പറ്റ് ഷോ നടക്കുന്ന ഒരു ഡാൻസ് പാർട്ടിയിലേക്കൊന്ന് ചെന്ന് നിന്ന് സമയം കളയുമ്പോൾ അതിലെ കഥ വിവരിക്കുന്ന ഒരു പെൺകുട്ടിയിലേക്ക് ജസ്റ്റ് ഒന്ന് കണ്ണുടക്കുന്നുണ്ട്. ടാൻസലിൻ്റെ നാണോ ഷൈനസുമൊക്കെ ഡങ്ങിനെ പോലെ തന്നെ ഇത്തിരി വികൃതമാണ്. നല്ലൊരു കാഴ്ചയാണത്. ഡ്രാഗൻ്റെ ബൊമ്മയും തീ തുപ്പുന്ന കഥയൊക്കെ കാട്ടിയിട്ടുള്ള ഷോ. അവിടുന്ന് ഇറങ്ങുന്ന വഴിക്ക് ലെവൻ വീണ്ടും ഡങ്ങിനടുത്തേക്ക് എത്തുന്നുണ്ട്. റൈമൻ നേരത്തെ കണ്ടപ്പോൾ സഹോദരൻ സ്റ്റെഫോൻ ഏറ്റുമുട്ടാൻ വിളിച്ചപ്പോൾ ഇവനും അവിടെ നിന്ന് പറഞ്ഞിരുന്നു പോയി ഏറ്റുമുട്ടാൻ. പക്ഷേ അത് വെറുതെ പറഞ്ഞാൽ ഏറ്റുമുട്ടി അവൻ കൈയും കാലും ഒക്കെ ഓടിക്കുന്ന കാടത്തമുള്ള സ്വഭാവക്കാരനാണെന്ന് പറഞ്ഞ് ഡങ്കനുമായി ചങ്ങാത്തത്തിലായി അവൻ കൊണ്ടുപോകുന്നത് അവിടെ തമ്പടിച്ചിരിക്കുന്ന ലോർഡ് ലയോണൽ ബാരാത്തിയൺ എന്ന മറ്റൊരു അടിപൊളി ക്യാരക്ടറിൻ്റെ കൂടാരത്തിലേക്കാണ്. ഹൗസ് ബാരാത്തിയണിൻ്റെ തലവനാണ് ലയോണൽ. അവിടെയാണെങ്കിൽ മുട്ടൻ പാർട്ടിയും തീറ്റയും ആഘോഷവും ഒക്കെ നടക്കുവാണ്. വലിയൊരു സ്ഥാനമുള്ളതാണേലും ലയോണലിനെ വലിയ മൈൻഡില്ല അവിടെ കൂടിയിരിക്കുന്ന യോദ്ധാക്കൾക്ക്. തീറ്റയിലും കുടിയിലൊക്കെയാണ് ശ്രദ്ധ. ഡങ്കും ഇടയിൽ കൂടി അങ്ങനെ നല്ല അടിപൊളി ഇറച്ചിയും പലഹാരവും ഒക്കെ കഴിച്ച് ഒരു സൈഡിലൂടെ അങ്ങനെ നിന്ന് പോകവേ ഇദ്ദേഹം ഒരു വശപ്പിശ കണ്ട് അടുത്തേക്ക് വിളിപ്പിക്കുന്നു. പരിചയമില്ലാത്ത രീതിയിലും ഭാവത്തിലും നിൽക്കുന്നത് കണ്ട് തന്നെ കൊല്ലാൻ വന്നവരല്ലേ എന്ന് കുറ്റപ്പെടുത്തുന്നതിലും അപ്പാവിയായ ഡങ്കിനെ അവർ പെട്ടെന്ന് തന്നെ വായിച്ചെടുക്കുന്നു. തുടർന്ന് അവനുമായി ലയണൽ ഇതിന് അടുത്ത ശേഷം ഡാൻസ് കളിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നിമിഷങ്ങൾ സൃഷ്ടിക്കുന്നത് ഡങ്കിന് വലിയൊരു ആശ്വാസമാണ്. കാരണം തനിക്ക് പറ്റിയ ഇടമല്ല ഇതൊന്നും എന്നുള്ള പോലെ ഒരു ഉൾവലിഞ്ഞ മനസ്സിലായിരുന്നു ഈ ദിവസം മൊത്തം അവൻ നടന്നത്. ഇപ്പോൾ ഈ ഒരു റിലാക്സേഷൻ അവന് നല്ല സമാധാനം ഉണ്ടാക്കുന്നുണ്ട്. ശേഷം വെള്ളമടിച്ച് കോൺതെറ്റിരിക്കുന്ന ബാരാത്തിയോണിൻ്റെ കയ്യിൽ നിന്ന് കുറേ മോട്ടിവേഷനൊക്കെ കിട്ടുന്നതിലും ഡങ്കിന് നല്ല ശങ്കയുണ്ട്. തോറ്റാൽ അടിയറ വെച്ച് കൊടുക്കാൻ കുതിരയും വാളുമൊക്കെ ഉള്ളൂ. കുതിര പോയി കഴിഞ്ഞാൽ പിന്നെ യോദ്ധാവെന്ന് പറയാനും പറ്റില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ എന്തായാലും ഡങ്കിന് ഗുണമുണ്ടാവുന്നൊരു കാര്യം, ആ സർ മാൻഫ്രഡ് ഈ പാർട്ടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പണ്ട് കണ്ട പരിചയം വെച്ച് തിരിച്ചിറങ്ങുന്ന അയാളോട് പോയിട്ട് സർ ആർലനെക്കുറിച്ചും
പുള്ളി ഈ കക്ഷിയുടെ അച്ഛന് വേണ്ടി കുറേ സേവിച്ചതും സാഹസങ്ങൾ നടത്തിയതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നെങ്കിലും മാൻഫ്രഡ് ഇപ്പോൾ വേറെ മൂഡിലാണ്. മാത്രമല്ല നിന്നെയും നീ പറയുന്നവനെയും ഒന്നും അറിഞ്ഞുകൂടെന്നും പറഞ്ഞ് ഡങ്കിനെ വകവയ്ക്കാതെ പോവുകയാണ് ഉണ്ടാവുന്നത്. ഗെയിമിൽ പങ്കെടുക്കാൻ അറിയാവുന്ന ഒരാളെ കൊണ്ടുവരാൻ ഗെയിം മാസ്റ്റർ ചോദിച്ചു നിൽക്കുന്ന ഒരു ഹെഡ്ജ് നൈറ്റിനെ ഇവരൊക്കെ എങ്ങനെ കാര്യമായി എടുക്കാനാണ്? അങ്ങനെ മൂടാവടിച്ച് ഡങ്ക് അവൻ്റെ കൂടാരത്തിലേക്ക് പോവുകയാണ്. കൂടാരം ഏതെന്നറിയാമോ? ആ എൽമരം. സുഖസൗകര്യങ്ങളൊക്കെ അത്ര തന്നെ ധാരാളം അവന്. എന്നാൽ അവിടേക്ക് എത്തുമ്പോൾ ദാണ്ട് ഉണ്ണിക്കുട്ടൻ. ആ ഒരു സത്രത്തിൽ നിന്ന് ഇത്ര ദൂരം സഞ്ചരിച്ച് ആഷ്ഫോർഡിൽ എങ്ങനെ എത്തി എന്ന് ഡങ്കിൻ്റെ ഒരു അത്ഭുതമാണ്. ഒരു ഉരുട്ടുവണ്ടിയുടെ പിറകെ കയറി ഇവിടെ എത്തിയെന്ന് പറയുമ്പോൾ അവനെ എത്രയും പെട്ടെന്ന് തിരികെ വീട്ടിലെത്തിച്ചിട്ടേ ഉള്ള കാര്യമെന്ന് ചൂടായി നിൽക്കുന്ന ഹെഡ്ജ് നൈറ്റും. മുന്നേ സത്രത്തിൽ വെച്ച് കണ്ട് കുറച്ച് സംസാരിച്ച വഴിക്ക് ഉണ്ണിക്കുട്ടൻ ആ സത്രം നടത്തിപ്പുകാരുടെ മകനല്ല എന്ന് ഡങ്ക് മനസ്സിലാക്കിയിരുന്നു. അമ്മ മരിച്ചുപോയെന്ന് പറഞ്ഞപ്പോൾ തന്നെപ്പോലെ തന്നെ ഒരു അനാഥനായിരിക്കുമെന്നാണ് ഡങ്ക് കരുതിയിരിക്കുന്നത്. പക്ഷേങ്കിൽ ഈ എഗ്ഗ് പ്രിൻസ് എയ്ഗൻ ടാർഗേറിയനാണെന്നും വേഷം മാറി നടക്കുന്ന ഒരു യുവരാജകുമാരനാണെന്നും പാവ അറിയുന്നില്ലല്ലോ. നിന്നെ തിരിച്ച് ഇപ്പോൾ തന്നെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറയുമ്പോൾ തന്നെ എഗ്ഗ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നാളെ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്നും ദൂരം കുറേ ഉണ്ട്, എൻ്റെ വീട് കിങ്സ് ലാൻഡിങ്ങിലാണെന്നൊക്കെ. 7 സാമ്രാജ്യങ്ങളുടെയും തലസ്ഥാനമാണ് കിങ്സ് ലാൻഡിംഗ് എന്ന പ്രദേശം. ഈ ചെക്കൻ അവിടുത്തെ ഏതെങ്കിലും അടിയാളിൻ്റെ പരമ്പരയായിരിക്കുമെന്ന് ഡങ്ക് കൊടിയിൽ നിൽക്കുന്നതിലും ഉണ്ണിക്കുട്ടൻ പുളിയാണ്. അവൻ അരുവിൽ നിന്ന് മീൻ പിടിച്ച് ചുട്ടും കുതിരകളെ പരിപാലിച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. സഹചാരിയാകാൻ നല്ല ആശയമുണ്ടവന്. അങ്ങനെ ഈ എഗ്ഗിൻ്റെ രീതിയും പെരുമാറ്റവും കണ്ട് മാത്രമല്ല ഡങ്കിനെ ഈ പ്രദേശത്ത് ഇതുവരെ അങ്ങോട്ടത്ര ഫിറ്റാകാൻ സാധിച്ചിട്ടുമില്ല എന്നതൊക്കെ കൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഈ ടൂർണമെൻറ്റിനൊരു സഹായിയായി കൂടാൻ പച്ചക്കോടി കാട്ടുന്നു. നല്ലോണം നിന്നാൽ തിന്നാനും ഉടുക്കാനും കിട്ടും, പട്ടിണി കിടത്തത്തില്ല എന്നൊക്കെ വാക്ക് പറഞ്ഞ് അവിടെ പുതിയ സഖ്യം രൂപീകരിച്ചങ്ങനെ എൽമരത്തിന് ചൂട്ടിൽ കിടക്കുവാണ്. എല്ലാവരും കൂടാരത്തിൻ്റെ പട്ടുതുണിയും നോക്കി കിടക്കുമ്പോൾ നമ്മൾ ആകാശം നോക്കി കിടക്കുന്നു. എഗ്ഗിൻ്റെ വർത്തമാനം കേട്ട് നിന്റെ ചെവിക്ക് കിറുക്ക് വെച്ചേരുണ്ടെങ്കിൽ കിടന്നുറങ്ങടാ ചെക്കാന്ന് ഡങ്ക് വായടപ്പിക്കുന്നതിലും ഇതിനിടയ്ക്ക് ഒരു ഫോളിംഗ് സ്റ്റാർ അങ്ങനെ പാഞ്ഞു പോകുന്ന കണ്ട് ഉണ്ണിക്കുട്ടൻ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഫോളിംഗ് സ്റ്റാർ കണ്ടാൽ അത് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. ഡങ്കിൻ്റെ ചിന്ത പോകുന്നത് എല്ലാവരും കൂടാരത്തിലല്ലേ, നമ്മൾ പുറത്തും. അപ്പോൾ ഇത് കണ്ട നമ്മൾ മാത്രമല്ലേ, ഭാഗ്യം നമുക്ക് മാത്രമായിരിക്കില്ലേ എന്നൊരു കോൺഫിഡൻസ് പോലെ. അങ്ങനെ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ നമ്മൾ 7 സാമ്രാജ്യങ്ങളിലെ ഒരു യോദ്ധാവായ ഡങ്കിൻ്റെ കാഴ്ചകൾ തൽക്കാലത്തേക്ക് ചവിട്ടി നിർത്തുവാണ്. എന്തായാലും നല്ലൊരു നീറ്റ് തുടക്കം തന്നെയാണ് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ പുതിയ സ്പിൻ ഓഫ് കണ്ടു കഴിയുമ്പോൾ തോന്നുന്നത്. വ്യത്യസ്തമാണ് തീർച്ചയായും. വെസ്റ്റ്രോസിൻ്റെ ആ ഭംഗി ഒപ്പിയെടുത്തിരിക്കുന്നതും ഒരു പുത്തൻ ടച്ചിലുള്ള സംഗീതമൊക്കെ ഒരു റീഫ്രഷിംഗ് ഫീൽ തരുന്നതോടൊപ്പം തന്നെ ഡങ്കിൻ്റെ ക്യാരക്ടർ ആർക്ക് രസകരമായി കാണിച്ചിരിക്കുന്നതും നല്ലൊരു ഇംപ്രഷനാണ്. ആഷ്ഫോർഡിൽ ഇനി സൂര്യൻ ഉദിക്കുന്നത് ഒരു വലിയ ദിവസത്തിലേക്കാണ്. വമ്പൻ സംഭവങ്ങൾ എന്തൊക്കെയാകും ടൂർണമെൻറ്റിലും ടൂർണമെൻറ്റിന് പുറത്തും അരകയറാൻ പോവുക. നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള GOT കണക്ഷൻസ് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പ്രതീക്ഷയോടെ നമുക്ക് ഈ നൈറ്റ് ഓഫ് ദ 7 കിങ്ഡംസിൻ്റെ അടുത്ത അധ്യായവുമായി കാത്തിരുന്ന് കാണാം.